ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൗകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. 1998 മെയ് 11 പൊഖ്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എത്രത്തോളം അചഞ്ചലമാണെന്ന് ഈ പരീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. 11 मई 1998 यानी आज के ही दिन देश ने पोखरण में परमाणु परीक्षण किया था. देश ने 11 मई को पहले 3 परमाणु परीक्षण किए. हमारे वैज्ञानिकों ने भारत के सामर्थ्य को, भारत की क्षमता को वैज्ञानिकों ने दुनिया के सामने रखा. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കിപ്പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൗകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൗപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൗകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു. माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें. जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें. कार पूलिंग का विकल्प चुनें. रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं. പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51%-ലധികം വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോട്ടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം VBG റാംജി നടപ്പാക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട് കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള MGNREGA തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. ധരംശാലയിലാണ് മത്സരം. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119 നിന്നും 118 കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാൻഡാണ് 2ാം സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമതാവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൗകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ.
കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.